ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മലബാർ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നവംബർ 1 മുതൽ നവംബർ 13 ഉള്ളിൽ വരെ നമുക്ക് നമ്മളെ വോട്ടേഴ്സ് ഐ.ഡിൻ്റെ ഡാറ്റകളൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഫോട്ടോ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഏജും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ 30 വരെ ലാസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഈ സംഗതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യുന്നുള്ള പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ മെസ്സേജുകളൊന്നും നമ്മളെ ഫോട്ടോ പഴയ തിരിച്ചറിയാത്ത ഫോട്ടോ ഒക്കെ തിരിച്ചറിയുന്ന നല്ല ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷനാണ് എല്ലാവരും പറയുന്നത്, മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഏജൊക്കെ ഇതിൽ കാണിക്കുന്ന പല ആളുകളുടെയും വയസ്സിലൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം നമ്മളെ വോട്ടേഴ്സ് ഐ.ഡിയിൽ. കുറച്ച് പ്രായമായ പല ആളുകളുടെ വോട്ടേഴ്സ് ഐ.ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെ വയസ്സിൽ ഭയങ്കര ഡിഫറൻസ് കാണാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 60-62 ആയിട്ടുണ്ടാകും. പക്ഷേ അവർ വോട്ടേഴ്സ് ഐ.ഡിയിൽ 50-55 ആയിട്ട് അവർക്ക് പെൻഷൻ്റെ കാര്യങ്ങൾ അപേക്ഷിക്കാനോ അതുപോലെ തന്നെ ഈ ക്ഷേമനിധിൻ്റെ വിഷയങ്ങൾ അപേക്ഷിക്കാനൊക്കെ പറ്റാത്ത രീതിയിലൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആ ഏജിൻ്റെ ഡിഫറൻസും നമുക്കിതിൽ ചേഞ്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിന് 2 മെത്തേഡ് ഉണ്ട്. നമുക്ക് സൈറ്റ് വഴിയും ചെയ്യാം, അതുപോലെ തന്നെ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴിയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലാണ്. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്നുള്ള ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ iOS-ലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതിൽ താഴെ ഒരു EVP എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഈ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇനി എത്ര ബാക്കി ദിവസം ഉണ്ടെന്നില്ല. അപ്പോൾ 8 ദിവസം 13 മണിക്കൂറാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിനുള്ളിൽ നമ്മളിത് ചെയ്തോളാം. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇതിൽ നമ്മളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് അതിൽ താഴെ സെൻഡ് OTP എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വരും, ഒരു 6 അക്ക നമ്പർ. ആ നമ്പർ നമ്മൾ താഴെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ആ ലോഗിൻ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഇത്തരം ഒരു പേജിലേക്ക്, ഈ ഒരു ഇൻ്റർഫേസിലുള്ള പേജിലേക്ക് നമ്മളത് പോവുക. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് ആ സെർച്ച് ബൈ എപ്പിക് നമ്പർ എന്ന് പറയും. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മളെ ID കാർഡിൻ്റെ നമ്പറാണ്. അപ്പോൾ എൻ്റർ യുവർ എപ്പിക് നമ്പർ എന്നുള്ള പേജിൽ നമ്മളെ വോട്ടേഴ്സ് ഐ.ഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് കാണാം, നമ്മളെ വോട്ടേഴ്സ് ഐ.ഡിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കാണാം. ഓക്കെ, അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇറ്റ്സ് മീ എന്നുള്ള താഴെ ഒരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ നമ്മളെ ഈ ID കാർഡായിട്ട് ലിങ്ക് ചെയ്യണമെന്നല്ലേ. അപ്പോൾ അതിൽ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പർ ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ യെസ് കൊടുക്കുക. ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ എന്ന മെസ്സേജ് വരും. താങ്ക്സ് പറഞ്ഞിട്ട് ഓക്കെ മെസ്സേജ് വരും. അപ്പോൾ അത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വേറൊരു പേജിലേക്കാണ് പോകുക. അവിടെ നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് കാണാം, നമ്മളെ ID കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫോട്ടോ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് എല്ലാം ഡീറ്റെയിൽസ് അതിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിന് താഴെ തന്നെ നമുക്ക് അവിടെ ഓരോന്നും ഒരു പെന്നിൻ്റെ ചിഹ്നം കണ്ടോ, അതിലേതും ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഫോട്ടോൻ്റെ ഭാഗത്തുള്ള അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോയി നമുക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഫോട്ടോ നമുക്ക് വേണ്ട സൈസിലേക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. റീസൈസ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ ചെയ്യുന്നതിന് ശേഷം മുകളിലുള്ള അതിൻ്റെ ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ബട്ടൺ കാണാം. മുകളിലത്തെ ക്രോപ്പ് നക്കി കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ പേജിലേക്ക് പോകും. അവിടെ നമ്മൾ പഴയ ഫോട്ടോ മാറിയിട്ട് പുതിയ ഫോട്ടോ വന്നു. അപ്പോൾ അതുപോലെ ബാക്കി എല്ലാ ഡീറ്റെയിൽസിൻ്റെ മുകളിലും ഒരു പേനൻ്റെ ചിത്രം കാണാം. ആ പേനൻ്റെ ചിത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാൻ പറ്റും, വയസ്സും കാര്യങ്ങളൊക്കെ. ശേഷം നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഒരു മോഡിഫൈ എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ അത് വെരിഫൈ ഉണ്ടാവും, താഴെ ഒരു മോഡിഫൈ ഉണ്ടാവും. മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്താൽ ഫോം 8 വരും. ഫോം 8 നമ്മളിതിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് കൺഫർമേഷൻ അതിൽ കൊടുക്കുക. അപ്പോൾ കൺഫർമേഷൻ ബട്ടൺ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കും. നമ്മളെ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് മുതൽ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് വരും. അതും കൂടെ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ അത് അടുത്തൊരു പേജിലേക്ക് പോകും. നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് ടാഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നമ്മൾ ഓക്കെ അടിക്കുക. അപ്പോൾ വീണ്ടും ഒരു പേജിലേക്ക് പോകും. ആ പേജിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ എഡിറ്റ് ചെയ്തത് നമ്മൾ ഫോട്ടോ ആണ്. ഇപ്പോൾ ഫോട്ടോ പ്രൂഫ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റിൽ സെലക്ട് ചെയ്യുക.
ഏത് പ്രൂഫാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ആധാറോ പാസ്പോർട്ടോ ഏതാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണം. ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റിൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ആധാറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആധാർ സെലക്ട് ചെയ്യുക. അതുപോലെ കാണാം ആധാർ എല്ലാ ഡീറ്റെയിൽസും കാണാം. ഞാൻ ആധാർ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഫോൾഡറിൽ സെർച്ച് ചെയ്ത് നമ്മൾ ആധാറിൻ്റെ കോപ്പി ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിലുണ്ടാവും നമുക്ക് ഏത് ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആധാറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആധാറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്ക് പോകും. ആ പേജിൽ നിന്ന് നമുക്കത് ആധാറിൻ്റെ കോപ്പി ക്രോപ്പ് ചെയ്യാനൊരു ഓപ്ഷനിലേക്കാണ് അത് പോവുക. അപ്പോൾ നമുക്ക് ഫുള്ള് ആണെങ്കിൽ ഫുള്ള് കൊടുക്കാം. അതല്ല നമ്മൾ അതിൻ്റെ ഏരിയ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് എഡിറ്റിംഗ് കറക്റ്റ് ചെയ്യാം. ക്രോപ്പിംഗ് കറക്റ്റ് ചെയ്തതിന് ശേഷം മുകളിൽ നേരത്തെ പോലത്തെ ചെയ്ത പോലെ തന്നെ ക്രോപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആധാറിൻ്റെ പ്രൂഫ് അവിടെ കാണാം. ശേഷം നമുക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ മുകളിൽ ലൊക്കേഷൻ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. അത് നിർബന്ധമല്ല. താഴെ കൺഫേം എന്നുള്ള ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ആ ക്യാമറേൻ്റെ ചിഹ്നമുള്ള അവിടെ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കും. അത് കൺഫർമേഷൻ കൊടുക്കുക. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരു താങ്ക്സ് മെസ്സേജ് വരും. നമ്മളെ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് വരും. ശേഷം ഒരു സർവേ ആണുള്ളത്. നമ്മളെ പോളിംഗ് ബൂത്തിനെ പറ്റിയും അതുപോലെ ഇലക്ഷൻ മെത്തേഡിനെ പറ്റിയൊക്കെ ഒരു സർവേ ആണ്. നമുക്കത് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്ത് താഴെ സബ്മിറ്റ് ആൻഡ് ഗോ ഫോർ ഫാമിലി ടാഗ് എന്നുള്ള കൊടുത്തിട്ട് നമുക്ക് ഫാമിലി മെമ്പേഴ്സിനും കൂടി ആഡ് ചെയ്യാനൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി റെഡിയായ ഡോക്യുമെൻറ്റ് ഏകദേശം ഒരു 30 ദിവസത്തിനുള്ളിൽ 30 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് പോസ്റ്റലായിട്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് എത്തും. അങ്ങനെയാണ് അതിൽ കൊടുത്തുള്ള ഇൻഫർമേഷൻ. ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുക. ഇനി 7 ദിവസമേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ 7 ദിവസം മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അതിൽ കാണിക്കുന്നത് ഇനി ബാക്കി 7 ദിവസമേ ബാക്കിയുള്ളൂ. 30-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.